വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ യുണൈറ്റഡ് 3 ലിവർപൂൾ 2. ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയി. ഇപ്പോൾ എനിക്കറിയാം എല്ലാവരും ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് മൂഡിലും കാര്യങ്ങളിലൊക്കെയാണ്. എല്ലാവരുടെയും ശ്രദ്ധയൊക്കെ അങ്ങോട്ട് പോയി. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലത്തെ വിജയം, അതുപോലെ തന്നെ ഇന്നലത്തെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസിനെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. തീപ്പൊരു പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഈ അടുത്തൊന്നും ഇത്ര നന്നായിട്ട് നമ്മൾ കളിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ടീമിന് പ്രത്യേകം നമുക്കറിയാം, ഒരേ സമയം അടിപൊളിയായിട്ട് കളിക്കാനും പറ്റും, ഒരേ സമയം ഏറ്റവും ഷിറ്റായിട്ട് കളിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് വേൾഡ് ക്ലാസ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വേൾഡ് ആസായി നമ്മൾ മാറി എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും കോബി നമ്മുടെ രക്ഷകനായിട്ട് വന്നു, 3-2 നമ്മൾ വിജയിച്ചു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ദ ഗേവ് മീ ഹോപ്പ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്തിരുന്ന ഭാര്യയോട് ഞാനിങ്ങനെ പറയുമായിരുന്നു, ഐ വാണ്ട് റിവെഞ്ച്. എനിക്ക് ഈ കളിയിൽ 3-4 ഗോൾ 1-2 പോരാ, 4-5 അടിച്ച് ജയിക്കണം. കാരണം നമുക്ക് ഒരുപാട് കൊട്ടുകളി അടുത്ത കാലത്ത് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഒരെണ്ണെങ്കിലും തിരിച്ചു കൊടുക്കണം. അതിനുള്ളൊരു എല്ലാ സാധ്യതയും സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നമ്മൾ 2 ഗോളിന് ശേഷം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ബ്രൂണോയുടെ ആ ഒരു ഷോട്ടിന് ശേഷം നമ്മൾ ഗിയർ ഡൗൺ ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പിന്നെ ആ ഒരു ഫുൾ ഇൻറ്റൻസിറ്റിയിലേക്ക് നമ്മൾ പോയില്ല. തുടക്കത്തിൽ നമ്മൾ വിങ്ങിക്കടയുള്ള കളിയൊക്കെ സൂപ്പറായിരുന്നു, ഒരു രക്ഷ ഉണ്ടായില്ല. എംബോമയുടെ സൈഡിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കൂടുതലും റൈറ്റ് സൈഡിൽ നിന്നാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ആൻറ്റി റോബർട്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സൂപ്പർ കളിയായിരുന്നു. എംബോയുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എംബോയുടെ പെർഫോമൻസ് മോശമാണെന്നൊക്കെ നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും, പക്ഷേ ഇന്നലത്തെ കളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ നമുക്കറിയാം, ഇപ്പോൾ ഈ അമാദ് ആയിന്ന് കളിക്കണമെങ്കിൽ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ കട്ടിങ് ചെയ്തിട്ട് അകത്തേക്ക് ഷോട്ട് എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ആ ഒരു പണിയാണ് ചെയ്യുക. പക്ഷേ ഇന്നലെ എംബ് കുറേ കൂടി ഡയറക്റ്റായിട്ട് ചെല്ലുക, ക്രോസ് ഇടുക. ഡാൻ ജെയിംസിന് ശേഷം അങ്ങനെ ഒരു കളിക്കുന്നത് കാണുന്നത് ഇപ്പോഴാണ്. അത് നല്ലൊരു അപ്രോച്ചായിരുന്നു സെസ്കോനെ ടാർഗറ്റ് ചെയ്ത്. അതുകൊണ്ട് തന്നെ കൊണാട്ടനെ വിവിഡിനെ നിരന്തരം ചലഞ്ച് ചെയ്യാനായിട്ട് സെസ്കോയ്ക്ക് സാധിക്കുന്നുണ്ടായി. അതുപോലെ കുണ്ണിയുടെ ഗോള് അടിപൊളി ഗോളായിരുന്നു. നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ഫ്രണ്ട് ത്രീയുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. കുണ്യ പ്രോപ്പർ യുണൈറ്റഡ് പ്ലെയർ ആയിട്ട് മാറി എന്നുള്ളതാണ്. ആൻഡ് പറയേണ്ട ഒരാൾ സെസ്കോയാണ്. സെസ്കോയ്ക്ക് ഇന്നലത്തെ മത്സരത്തിന് മുന്നേ തന്നെ ഇഞ്ചുറി എന്തോ സംഭവം ഉണ്ടെന്നുള്ളൊരു കാര്യം ഇങ്ങനെ കേട്ടിരുന്നു. അതിനുശേഷം അതുകൊണ്ടാണ് തോന്നുന്നു പുള്ളി ഇങ്ങനെ കോഷ്യസ് ആയിട്ടാണ് ഹാഫ് ടൈമിൽ കയറ്റിയത്. പക്ഷേ പുള്ളിയുടെ ആ ഒരു ഇമ്പാക്റ്റ്, ഗോൾ അടിച്ചു എന്നുള്ളത് മാത്രമല്ല, അല്ലാതെ പുള്ളിയുടെ ഹോൾഡപ്പ് പ്ലേ ശ്രദ്ധിച്ചാലും, അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു ഇൻസ്റ്റൻസിൽ പുള്ളി ബോൾ കിട്ടിയതിന് ശേഷം 1-2 പേരുടെയൊക്കെ കട്ടൊക്കെ ചെയ്ത്, അതുപോലെ ഒരു നട്ട്മൊക്കെ ചെയ്ത്, പിന്നെ ട്രാഫിക്കിലേക്ക് ചെന്ന് കയറി. പക്ഷേ ആ ഒരു ഓവറോൾ ഒരു നല്ലൊരു അടിപൊളി സ്ട്രൈക്കറായിട്ടുള്ളൊരു ഗ്രോത്തിലേക്ക് പുള്ളി മാറിയിട്ടുണ്ട്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഹോയിലൻഡിൻ്റെ അണ്ടറിൽ നമ്മൾ കണ്ട പോലെയല്ല, അതിൽ നിന്നൊക്കെ മാറി വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്ലെയറായിട്ട് സെസ്കോ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഗോളൊന്നും അടിച്ചാൽ പോരാ. പുള്ളിയുടെ ഒരേ ഒരു ഡൗൺ സൈഡായിട്ട് കാണുന്നത് അതാണ്. ഒരു കളിയിൽ ഒരു ഗോൾ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ 1, 2, 3 അടിച്ചുകൂടെ, അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ബാക്കി സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ പുള്ളി അടിപൊളിയായിട്ട് ഡെവലപ്പായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇഞ്ചുറി അത്ര വലിയ ഇഞ്ചുറി അല്ല എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ബ്രൂണോയുടെ ആ പാസ്, പിന്നെ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോയ്ക്ക് അസിസ്റ്റ് കിട്ടിയില്ല എന്നുള്ളതാണ്. 3 ഗോൾ അടിച്ചിട്ട് നമുക്ക് ബ്രൂണോയ്ക്ക് ഒരു അസിസ്റ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് ആകെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. എനിവേ വി ഗോ അഗെയിൻ. ഇനിയും മത്സരങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ബ്രൂണോയുടെ ഒരു അസിസ്റ്റ് പ്രതീക്ഷിക്കാം. 1-2 അസിസ്റ്റ് നമുക്ക് വേണം. വി നീഡ് ഇറ്റ്. അതാണ് ഇനി നമ്മുടെ ഈ സീസണിലെ അടുത്ത ടാർഗറ്റ്. നമ്മൾ 3rd പ്ലേസ് ഏറെക്കുറെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല കേട്ടോ നമ്മൾ ഈ വർഷം 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നുള്ള കാര്യം. സീസണിൻ്റെ തുടക്കത്തിൽ പോലും വിചാരിച്ചതല്ല, ഡിസംബർ ആയപ്പോൾ ഒട്ടും വിചാരിച്ചതല്ല. ഇപ്പം എന്തായാലും എഗെയിൻസ്റ്റ് ദി ഓഡ്സ് നമ്മൾ 3ാം സ്ഥാനത്തേക്കാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. ആരിങ്ങോട്ട് വരും? യുവമാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാണ്? സെസ്കോനെ സീസണിൻ്റെ തുടക്കത്തിൽ അറിയാലോ, സെസ്കോയ്ക്ക് എന്തുകൊണ്ട് ന്യൂക്കാസിലിൽ പോയിക്കൂടാ, എന്തിനാണ് അവർ ഇങ്ങോട്ട് വരുന്നത്, എംബൂമ്മയ്ക്ക് എന്തുകൊണ്ട് ന്യൂക്കാസിലിൽ പോയിക്കൂടാ. ഇപ്പം മനസ്സിലായല്ലോ. ഹോൾഡ് ദാറ്റ് യു ഹേറ്റേഴ്സ്. ഇതാണ് കാരണം. ന്യൂക്കാസിൽ ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം ന്യൂക്കാസിലിൻ്റെ ടേബിളിൽ പോയി നോക്കിയാൽ മതി. എന്തായാലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇരിക്കണ കൊമ്പ് വെട്ടണ പരിപാടിയാണ് കാണിച്ചത്. നമ്മൾ 2 ഗോള് വെറുതെ അവന്മാർക്ക് ഗിഫ്റ്റ് ചെയ്തു. സോബാസിലായി ഒരെണ്ണം വെറുതെ കൊണ്ടുപോയി അടിച്ചു. അത് 2 മഗ്വേർ ഉണ്ടായിരുന്നു, ഡാലോട്ട് ഉണ്ടായിരുന്നു. 2 പേർക്കും അത് ഡിഫെൻഡ് ചെയ്യാനും പറ്റില്ല. അതിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക്, അത് പോട്ടെ നോക്കിയും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ ചുമ്മാ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി അടിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെൻറ്റ് ലാമൻസിൻ്റെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് വന്നു. ഇതുപോലെ മുമ്പ് ഒരു തവണ ഇതുപോലെ ഒരു മിസ്പാസ് പുള്ളിയുടെ വന്നിട്ടുണ്ട്. അത് ഏത് ടീമിനെതിരെയാണെന്നുള്ള കളി ഞാൻ മറന്നുപോയി. പക്ഷേ അന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഈ കളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര സില്ലി മിസ്റ്റേക്ക് ആയിരുന്നു. ഇപ്പോൾ ലാമൻസിനെ നമുക്ക് ഫൊർഗീവ് ചെയ്യാം, കാരണം പുള്ളി ഒരുപാട് നമ്മൾ രക്ഷിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എറർ, മനുഷ്യനാണല്ലോ, എററൊക്കെ സംഭവിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അതാണ്. പിന്നെ കോബിയുടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അതിന് ശേഷം പുള്ളിക്കാരനൊരു ഹ്യൂജ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ഗോളും, അത്
കിടിലം പ്ലേസ്മെൻറ്റ്, ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ട് പുള്ളി അത് പ്ലേസ് ചെയ്തു. അത്രയും ട്രാഫിക്കിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ ആ ഒരു കോർണറിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ അങ്ങനെ വിന്നിങ് ഗോള് നേടി. വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു പെർഫോമൻസ്. പക്ഷേ ആകെ ഒരു വിഷമം, ഒരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇരിക്കണ കൊമ്പ് പെട്ടെന്ന് പരിപാടി ചെയ്തു എന്നുള്ളതാണ്. വലിയ മാർജിനിൽ ജയിച്ചില്ല എന്നുള്ളൊരു വിഷമമാണ് ഇപ്പോൾ ഉള്ളത്. എനിവേ ഗായ്സ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. ആർ യു ഹാപ്പി വിത്ത് ദിസ് പെർഫോമൻസ്? അതുപോലെ ക്യാരിക്കിനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ഒരു പെർഫോമൻസുകളുടെ അടിസ്ഥാനത്തിൽ നിർത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.